IPL ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കന്നി കിരീടം നേടിയതോടെ വാർത്തകളിൽ കോഹ്ലിയും സംഘവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ആ ആരവത്തിന്റെ ആഘോഷത്തിന്റെയും എതിർവശത്ത് നിൽക്കുന്ന പഞ്ചാബ് കിങ്സിനും നൽകണം ഒരു അത്യുഗ്രൻ കയ്യടി. 5 അൺക്യാപ്ഡ് താരങ്ങളാണ് പഞ്ചാബ് കിങ്സിനായി നിറഞ്ഞു കളിച്ചത്. മറ്റെല്ലാ ടീമുകളെക്കാളും കൂടുതൽ ഓപ്പണർമാരായ പ്രസിമ്രാൻ സിംഗ്, പ്രിയാഷ് ആര്യ എന്നിവർ മുതൽ ഹർപ്രീത്, നേഹൽ വധേര, ശശാങ്ക് സിംഗ് എന്നിങ്ങനെ ടീമിന്റെ പ്രകടനങ്ങളിൽ നിർണായക സ്ഥാനം വഹിച്ചവർ. കയ്യിൽ മാന്ത്രിക വടിയുള്ള ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ താൻ നയിച്ച മൂന്നാമത്തെ ടീമിനെ പ്ലേ ഓഫിലും രണ്ടാമത്തെ ടീമിനെ ഫൈനലിലും എത്തിച്ചു. അവസാന കാൽവെപ്പിൽ പിഴവ് പറ്റിയെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ ശ്രേയസ് അയ്യർ വീണ്ടും ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ തന്നിലേക്ക് തിരിച്ചിരിക്കുകയാണ്. മിഡ് ടേബിൾ ടീം എന്ന പ്രഹസനങ്ങളുടെ നടുവിലേക്കാണ് ഇക്കൊല്ലവും പഞ്ചാബ് ലേലമുറിയിൽ നിന്ന് പുറത്തു വന്നത്. 2 അൺക്യാപ്ഡ് താരങ്ങളെ മാത്രം നിലനിർത്തി പതിവ് പോലെ 1 മുതൽ ടീം കെട്ടിപ്പടുത്ത പഞ്ചാബ് കിങ്സ് ഇത്തവണയും രക്ഷപ്പെടില്ല എന്നായിരുന്നു നിരീക്ഷണങ്ങൾ. ഓസീസ് താരങ്ങളെ കുത്തിനിറച്ച പക്ഷപാതിത്വം കാണിച്ച പരിശീലകൻ എന്ന വിമർശനം റിക്കി പോണ്ടിങ് നേരിട്ടു. പക്ഷപാതിത്വം ഒരു പരിധിവരെ ശരിയാണെങ്കിലും ടീമിനെ ഫൈനലിൽ എത്തിക്കാനും 5 ഇന്ത്യൻ അൺക്യാപ്ഡ് താരങ്ങൾക്ക് ടീമിൽ ഇടം കൊടുക്കാനും പോണ്ടിങ്ങിന് സാധിച്ചു. തുടർച്ചയായി 2 സീസണുകളിൽ വ്യത്യസ്ത ടീമുകൾക്കൊപ്പം IPL കിരീടമുയർത്തുന്ന ക്യാപ്റ്റൻ എന്ന അപൂർവ നേട്ടം ശ്രേയസ് അയ്യർക്ക് കയ്യെത്തും ദൂരത്ത് നഷ്ടമായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ അദ്ദേഹം ഈ വർഷം പഞ്ചാബിനെ വിജയികളാക്കി ചരിത്ര നേട്ടത്തിന് തൊട്ടരികെയായിരുന്നു. എന്ന ത്രില്ലിംഗ് ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരിനു മുന്നിൽ 6 റൺസിന് ശ്രേയസിന് കിരീടം കൈവിടേണ്ടി വരികയായിരുന്നു. ഗൗതം ഗംഭീറിന്റെ അസാധ്യമാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറിയതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രേയസ് അയ്യരുടെ ഭാഗ്യം കോച്ച് ഗൗതം ഗംഭീർ തന്നെയാണെന്ന് വീണ്ടും തെളിഞ്ഞു കഴിഞ്ഞെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കുപ്പായത്തിൽ ശ്രേയസ് കപ്പ് ഉയർത്തിയപ്പോൾ കൂടെ ഗംഭീറും ഉണ്ടായിരുന്നു. എന്നാൽ റിക്കി പോണ്ടിങ്ങിനോടൊപ്പം ഇതിനകം കളിച്ച 2 IPL ഫൈനലുകളിലും അദ്ദേഹത്തിന് കാലിടറുകയായിരുന്നു. 2020 ഡൽഹി ക്യാപ്റ്റൻസിനൊപ്പമാണ് ഇരുവരും ആദ്യമായി IPL ഫൈനലിൽ കളിച്ചത്. അന്ന് മുംബൈ ഇന്ത്യൻസിന് മുന്നിൽ അവർക്ക് കിരീടവും അടിയറവ് വെക്കേണ്ടതായി വന്നു. ഇപ്പോഴിതാ 5 വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബിൽ ഈ കോംബോ ഒന്നിച്ചപ്പോൾ വീണ്ടും പരാജയം തന്നെയാണ് ഫലം. ശ്രേയസ് അയ്യരും ഗൗതം ഗംഭീറും തന്നെയാണ് ഭാഗ്യ ജോഡികളെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. 2 വ്യത്യസ്ത ടീമുകൾക്കൊപ്പം ഫൈനൽ കളിച്ചിട്ട് ശ്രേയസ് റിക്കി പോണ്ടിങ് ജോഡിക്ക് കിരീടമുയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഗംഭീറിനെ ശ്രേയസ് എത്രമാത്രം മിസ് ചെയ്യുന്നതായി ഇതിൽ നിന്നും വ്യക്തമാണ്. ഇനി ഗംഭീറിനെ കോച്ചായി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പഞ്ചാബിന് IPL ട്രോഫിക്കായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. ഗൗതം ഗംഭീറിനോടൊപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഒരേ ഒരു സീസൺ മാത്രമേ ശ്രേയസ് അയ്യർ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് കിരീട നേട്ടത്തോടെ ആഘോഷിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്തു. എന്നാൽ റിക്കി പോണ്ടിങ്ങിനോടൊപ്പം 4 സീസൺ പ്രവർത്തിച്ചിട്ടും കിരീടം ശ്രേയസിൽ നിന്നും അകന്നു തന്നെ നിൽക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നിന്നും വളരെ പ്രകടമാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കന്നി IPL ട്രോഫിയാണോ പഞ്ചാബ് കിങ്സ് സ്വപ്നം കാണുന്നത്? അതിന് ശ്രേയസ് അയ്യർ എന്ന മികച്ച ക്യാപ്റ്റൻ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. ടീമിന്റെ മുഖ്യ കോച്ചായി ഗൗതം ഗംഭീറിനെയും കൊണ്ടുവരണം. ഈ ഭാഗ്യജോഡിക്ക് മാത്രമേ പഞ്ചാബിന്റെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ കഴിയൂ. റിക്കി പോണ്ടിങ് തന്നെ തുടർന്നാൽ പഞ്ചാബിന് ട്രോഫി ലഭിക്കാൻ പോകുന്നില്ല. 2ാം ഫൈനലാണ് പോണ്ടിങ്ങിനോടൊപ്പം ശ്രേയസ് തോറ്റിട്ടുള്ളതെന്നും സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നുണ്ട്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന കലാശക്കളിയിൽ 101 റൺസിന്റെ വിജയലക്ഷ്യമാണ് പഞ്ചാബ് കിങ്സിന് RCB നൽകിയത്. പക്ഷേ 7 വിക്കറ്റിന് 184 റൺസ് എടുത്ത് പഞ്ചാബിന് പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വന്നു. വാലറ്റത്ത് ഫിനിഷർ ശശാങ്ക് സിംഗ് ബോളിൽ ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും ഒരു സിക്സർ മാത്രം അകലെ കിരീടം വഴുതി പോവുകയായിരുന്നു.